ഹലോ. ഇതാണ് കേട്ടോ നമ്മുടെ റേഷൻ കട. ഞാനപ്പോൾ അരി വാങ്ങാൻ വന്നതാണേ. കുഞ്ഞൂസും ആളും വണ്ടിയിലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ജ്വല്ലറിക്ക് പോയി കേട്ടോ. എന്താ വെച്ചാൽ ഞാനൊരു റിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റോണ് പോയി ഒരാഴ്ചയാകുമ്പോഴേക്കും. അപ്പോൾ അത് ശരിയാക്കാൻ പറഞ്ഞ് കൊണ്ടുപോയതാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഫ്രീ ആയിട്ട് നമുക്കത് ഫിറ്റ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തിട്ട് നേരെ നമ്മൾ ഒരു ജ്യൂസ് കുടിക്കാൻ പറഞ്ഞ് വന്നു കേട്ടോ. കുഞ്ഞൂസിനെ ഹോസ്പിറ്റലിൽ കാട്ടാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ പാലക്കാട്. അപ്പോൾ ടോക്കണൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ജ്യൂസൊക്കെ കഴിച്ച് പോകുമ്പോഴേക്കും കറക്റ്റ് ടൈം ആവുമല്ലോ എന്നും പറഞ്ഞിട്ട് കയറിയതാണേ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പപ്സും കട്ട്ലൈറ്റൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ചു. മാളൂട്ടി ഇത്ര വലിയ ക്ലാസ്സിലുള്ള ഷേക്കൊന്നും കഴിക്കില്ല. അപ്പോൾ അവളുടെയും എൻ്റെയും ഒക്കെ ഷേക്കും കൂടെ ലാസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെയോ കുത്തിക്കയറ്റി കഴിക്കേണ്ട അവസ്ഥ വന്നു കേട്ടോ. കാരണം അവൾ മതി പറഞ്ഞു. അപ്പോൾ ആളുടെ അടുത്ത് കഴിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കൊന്നും വേണ്ട, നീയല്ലേ സെപ്പറേറ്റ് വേണം പറഞ്ഞ് മുഴുവൻ കഴിച്ചോ പറഞ്ഞു കേട്ടോ. അതാണ് ഞാൻ ഇരുന്ന് 2 ഗ്ലാസ് ഒന്ന് മാറി മാറി കുടിക്കണേ. പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ അപ്പോഴും തിരക്കൊന്നും കമ്മിയായിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, ബൈക്ക് മാത്രം ഇങ്ങനെ അവിടെ ഉള്ളിൽ നിൽക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് നിന്ന്. പിന്നെ ഇതാ വീടെത്തിയപ്പോൾ കുഞ്ഞൂസ് മിഠായി വേണം പറഞ്ഞിട്ട് കരയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവന് ഹാപ്പിയായി. അപ്പോൾ ഞാനും ചുമ്മാ ഒന്ന് തിന്ന് നോക്കാൻ പറഞ്ഞ് എടുത്തു കേട്ടോ. സംഭവം ആദ്യമായിട്ട് വാങ്ങണം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കുറേ കാലത്തെ ആഗ്രഹം ഒന്ന് സിഗരറ്റ് വലിച്ച് നോക്കണമെന്ന്. അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിരുന്ന് വിളിക്കുകയാണ്. ചുമ്മാ ആഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെ സാധിക്കാൻ പറ്റുമോ, അല്ലാതെ നമുക്ക് സിഗരറ്റ് ആരും വാങ്ങി തരില്ലല്ലോ. പിന്നെ നമ്മൾ ചായ വെക്കാൻ നിന്നു. ചായ ആവുന്നതിൻ്റെ ഇടയിൽ ഞാൻ വേഗം അരിയൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. എല്ലാം വേഗം അതിൻ്റേതായ ഡപ്പയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടല്ലോ. ഒന്നാമത് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിയത് വേഗം എടുത്ത് വെക്കണം കേട്ടോ. അല്ല വെച്ചാൽ നാളെ വെക്കാമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴേക്കും വേഗം അതിൽ ചാതികൾ വരെ. അപ്പോൾ അതൊക്കെ വേഗം സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ മാസം കിട്ടിയ ഗോതമ്പ് പൊടി കേട്ടോ. കഴിഞ്ഞ മാസം അധികം ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് എൻ്റെ മാവ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം കണ്ണിൽ കാണുന്ന ഭാഗത്ത് എടുത്ത് വെക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ വേഗം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും. അല്ല വെച്ചാൽ വേഗം നൂലിപ്പൊട്ടിക്കാൻ പോകും കേട്ടോ. എനിക്കെന്താണെന്നറിയില്ല, ചപ്പാത്തി ഉണ്ടാക്കണേക്കാൾ എളുപ്പം നൂലിപ്പുട്ട് ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ്? ചപ്പാത്തി എന്നറിയോ, ആ മാവ് പരത്തണ്ടേ, അത് ഭയങ്കര ബുദ്ധിമുട്ട്. നൂലിപ്പൂട്ടിന് അത്ര ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അതേപോലെ ഓരോന്നോരോന്നായി ചുട്ടെടുക്കണം, അങ്ങനെയാണ്. പിന്നെ ചായക്കായി നന്നായി സൂപ്പറായി ചായ ഉണ്ടാക്കി ആറ്റി എടുത്തു കേട്ടോ. ചൂടാറാൻ പറ്റില്ല കേട്ടോ. ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രണ്ടാമത് വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മളിത് മുറുക്കൊക്കെ കൂട്ടിയിരുന്ന് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.